ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നമുക്ക് ഗീ റൈസിൻ്റെ കൂടെയോ അതുപോലെ പൊറാട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഗ്രേവി. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതുപോലെ ഞാൻ ഇൻഗ്രീഡിയൻസ് സെപ്പറേറ്റ് എടുത്ത് കാണിക്കുന്നില്ല, നേരെ വീഡിയോയിലോട്ട് പോവാം. ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഓയിലെന്ന് പറയുമ്പോൾ ഞാനിവിടെ സാധാ കോക്കനട്ട് ഓയിലാട്ടോ ഉപയോഗിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവയും അതുപോലെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി ചൂടായിട്ട് വരുമ്പോൾ ഒരു 3 കഷ്ണം പട്ട ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് 3ഉം കൂടെ നന്നായിട്ടൊന്ന് ആ വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ആയതിനു ശേഷം ആവശ്യത്തിന് കറിവേപ്പില, 3 പച്ചമുളക് കട്ട് ചെയ്തത്, സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. സവാള വലുതാണെങ്കിൽ ഒരു 2 മതിയാവും, അല്ലെങ്കിൽ നമുക്ക് 3 എടുക്കാം. പിന്നെ അതൊക്കെ ഇത് ഓരോരുത്തരുടെ അളവിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ കുറച്ച് ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ ഇത് മതിയാവും. സവാളൻ്റെ കളറ് ഒന്ന് ചേഞ്ചായി വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന ചിക്കനും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് അടച്ചു വെക്കാം. അഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുക. അതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മസാലകളെല്ലാം നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർക്കാം. എന്നിട്ട് 2 തക്കാളി അരിഞ്ഞത്, അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്നിവ കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മളൊന്ന് ഇളക്കി നോക്കുക. അപ്പം നല്ല തിക്കായി വന്നിട്ടുണ്ടാവും. നമ്മളിതിൽ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നമുക്കിതിൽ വെള്ളം ആവശ്യം ഇല്ല. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ വലിയ ജീരകപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക.
ലാസ്റ്റായിട്ട് ഇതിന് മുകളിലൂടെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ കൂടെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഈ വെളിച്ചെണ്ണയുടെ ടേസ്റ്റും സ്മെല്ലും എല്ലാം ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ചിക്കനും കരിവേപ്പിലയും വെളിച്ചെണ്ണയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ചൂടോട് കൂടി തന്നെ നമുക്കത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഗ്രേവി റെഡി. ഈ സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ചിക്കൻ ഗ്രേവി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ദെൻ പ്ലീസ് സബ്സ്ക്രൈബ്.